അപ്പോൾ 12-ാം സ്കന്ധത്തിലെ 12-ാം അധ്യായം നമ്മളെല്ലാവരും ചേർന്ന് വായിക്കുന്നു. 13-ാം അധ്യായത്തോടു കൂടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്നു. സൂത ഉവാച നമോ ധർമായ മഹദേ നമ കൃഷ്ണായ വേദസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ ഭക്ഷ്യേ സനാതനാൻ ഏതത്കഥിതം വിപ്രാ വിഷ്ണോചരിതമത്ഭുതം ഭവദ്ഭിര്യതഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം അത്ര സങ്കീർത്തിത സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഹൃഷികേശോ ഭഗവാൻ സത്വതാംപതി അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതപ്രഭവാപ്യയം ജ്ഞാനം ചതുർവാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ചതദാശ്രയം പാരീക്ഷതുവാഖ്യാനം നാരദാഖ്യാനം ഏവ പ്രായോപവേശോ രാജർഷേർവിപ്രശാമാൽ പരീക്ഷിതഃ ശുഗസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിതഃ ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ചതദാശ്രയം പാരീക്ഷണുവാഖ്യാനം നാരദാഖ്യാനമേവ പ്രായോപവേശേ രാജർഷേർ വിപ്രശാപാൽ പരീക്ഷിതഃ ശുഗസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിതഃ യോഗധാരണയോൽക്രാന്തി സംവാദോ നാരദാജയോഃ യോഗധാരണയോൽക്രാന്തി സംവാദോ നാരദാജയോ അവതാരാനുഗീതം ച സർഗപ്രാധാനികോ കൃത പിതരോദ്ധവ സംവാദ ക്ഷത്രമൈത്രേയോ സദ പുരാണ സംഹിത പ്രശ്നോ മഹാപുരുഷം സ്ഥിതി തത പ്രാകൃതിക സർഗ സപ്തവൈക വൈദികാചയേ തതോ ബ്രഹ്മാണ്ഡ സംഭൂതിർ വൈരാജപുരുഷോ യതഃ കാലസ്യ സ്ഥൂലസൂക്ഷ്മസ്യ ഗതിപൽമസമൽഭവഃ ഭുവോദ്ധരണ അംഭോദേർ ഹിരണ്യാക്ഷവതോ യത ഊർധ്വതിര്യകവാക്സർഗോ രുദ്രസർഗ സദൈവ ച അർദ്ധനാരീ നരസ്യാധ യത സ്വയംഭുവോ മനോ ശതരൂപാചയാ ശ്രീണാമാധ്യാ പ്രകൃതിരുത്തമ സന്താനോര ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതി അവതാരോ ഭഗവത കപിലസ്യ മഹാത്മനഃ ദേവഹൂത്യാ ച സംവാദ കപിലേന ച ധീമത നവബ്രഹ്മസമുൽപത്തിൽ ദക്ഷയജ്ഞവിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാൽ പ്രഥോ പ്രാചീന ബർഹിഷ നാരദ സംവാദ സദ പ്രയവ്രതം ദിജാഹ നാവേ സതോ നിചരിതം ഋഷഭസ്യ ഭരതസ്യ ച ദീപവർഷ സമുദ്രാണാം ഗിരിനദ്ധ്യപവർണ്ണനം ജ്യോതിചക്രസ്യ സംസ്ഥാനം പാതാ നരകസ്ഥിതി ദക്ഷജന്മ പ്രചേദേഭ്യോ തൽപുത്രീണാം ച തന്തതേ യതോ ദേവാസുരാ നരാന്തിര്യന്നഗാതയ സാക്ഷസ്യ ജന്മനിധനം പുത്രയോ ച ദിദേർദിജാഃ ദൈതീശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മനാ മന്നന്തരാനഗതം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്നന്തരാവതാരാ ച വിഷ്ണോർഹൈശിരാദയ കൗർമം ദാനന്തരം മത്സ്യം വാമനം ചൈകൽപദേ ക്ഷീരോദമഥനം തദ്വമൃതാതേ ദിവോഗസഃ ദേവാസുരമഹായുദ്ധം രാജവംശാനകീർത്തനം ഇക്ഷോകന്മതദ്വംശാസുബ്ദിമ്നസ്യ മഹാത്മനഃ ഇളോപാഖ്യാനമത്രോക്തം ദാരോപാഖ്യാനമേവ ച സൂര്യവംശാനകഥനം ശശാദാദ്യാതൃകാദയഃ സൗകന്യം ജാതചര്യാദേ ഖഗുൽസസ്യമതാ ഗഡ്വാംഗസിമാന്താദോ സൗവരീസകരസ്യ ച രാമസ്യ കൗസലേന്ദ്രസ്യ ചരിതം കിൽപിഷാവഹം നിമേരംഗപരിത്യാഗോ ജനകാനാം ച സംഭവഃ രാമസ്യ ഭാർഗ്യവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ കൈളസ്യ സോമവംശസ്യ യാതേന ഉഷസ്യ ച ദൗഷന്തേർവരദസ്യാപി ശന്തനോ സൽസുതസ്യ ച യാതേർജ്യേഷ്ഠപുത്രസ്യ യതോ വംശോ നകീർത്തിതഃ യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വരഃ വസുദേവഗൃഹേ ജന്മ തതോ വൃദ്ധിച്ച ഗോകുലേ തസ്യ കർമാണ്യപാരാണി കീർത്തിതാന്യസുരദിഷ പൂതനാസുഭയപാനം ശകണോച്ചാടനം ശിശോഃ തൃണാവസ്യ ദുഷ്പേഷത്തദൈവ വത്സയോദേ നികസിത പ്രാദു പ്രലംബസ്യ സംശയഃ ഗോപാനം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പതഃ ദമനം കാളിയസ്യാഹേർ മഹാഷേർനന്ദമോക്ഷണം വ്രതര്യാതു കന്യാനാം യത്ര ദുക്ഷോച്യുതോ വ്രതൈഃ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ജാനതാവനം ഗോവർദ്ധനോദ്ധാരണം ച ചക്രസ്യ സുരവേരത യജ്ഞാഭിഷേകം കൃഷ്ണസ്യ ശ്രീവിക്രീഡാ ച രാത്രിഷു ശങ്കചൂഡസ്യ ദുർബുദ്ധേർവതോ ഹരിഷസ്യ കേശിനഃ അക്രൂരാഗമനം പശ്ചാൽ പ്രസ്ഥാനം രാമകൃഷ്ണയോഃ പ്രജസ്തീനാം വിലാപച്ച മധുരാലോകനം തതഃ ഗജമുഷീകചാണൂരമകം ചാണൂരകം സാദീനാം ചയോവതഃ മൃതസ്യ നയനം സൂനോ പുനഃ സാന്ദീപനേർഗുരോ മധുരായാം നിവസതാ യുധചക്രസ്യേൽ പ്രിയം കൃതമുദ്ധവ രാമാഭ്യാം യുധേന ഹരിണാധിജാഗ ജരാസന്ധസമാനീത സൈന്യസ്യ ബഹുശോവധ ഘാതനം യവനേന്ദ്യസ്യ കുശശല്യാനിവേശനം മാതാനം പാരിജാതസ്യ സുധർമായ ശുരാലയാത് രുക്മിണ്യാഹരണം യുദ്ധേ പ്രമദ്യദിഷതോ ഹരേ ഹരസ്യ ചമ്പണം യുദ്ധേ ബാണസ്യ പ്രജകന്ധനം പ്രാഗ്ജ്യോതിഷപതിം ഹത്വാ കന്യാനം മരണം ചെയ്ത്
ചൈത്യപൗണ്ടകസല്ലാനാം ദന്തവക്സസ്യ ദുർമദേശംബരോതി വിതപീഠോ മുരപഞ്ചജനാദേഹാമാഹാത്മ്യം ച വദശേഷം വാരാണസ്യാച ദാഹനം വാരാവതരണം ഭൂമേ നിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപോപദേശേന സംഹാരസുകുലസ്യ ച ഉദ്ധവസി സംവാദോ വാസുദേവസ്യ ചാത്ഭുതായ യത്രാൽമി വിദ്യാഹി കിലാ പ്രോക്താ ധർമ്മവിരണ്യഹാ തതോ മർത്യപരിത്യാഗാത്മയോഗാനുഭാവത യുഗലക്ഷണവൃത്തിച്ച കലോ നൃണാമുപപ്ലവ ചതുർവിധച്ച പ്രളയാ ഉൽപ്പത്തിസ്ഥിവിതാ തഥാ ദേഹത്യാഗച്ച രാജർഷേ വിഷ്ണുരാജസ്യ ധീമത ശാഖാപ്രണർമഷേർ മാർക്കണ്ഡീയ സൽകഥാ മഹാവൃഷവിന്യാസ സൂര്യസ്യ ജഗതൽപനഃ ഇതി ചോക്തം ദിജശേഷായൽപക്ഷോഹം ഹാസ്മി വഹ ലീലാവതാരകർമാണി കീർത്തിദാനീഹ സർവശ പതിതസ്കലിതച്ഛർത്വാ ക്ഷിത്വാ വാ വിവചോപവൻ ഹരേ നമയിത്യുച്ചേർ മുച്യതേ സർവപാതകാത് പതിതസ്കരിതച്ഛാർത്വാ ക്ഷുത്വാ വാ വിവശോപവൻ ഹരേ നമ ഇത്യുച്ചേർ മുച്യതേ സർവപാതകാത് സങ്കീർത്യമാനോ ഭഗവാനനന്ദ സുദാനഭാവോ വ്യഥനം സി പുംസാം പ്രവിശ്യ ചിത്തം വിദനോത്യശേഷം യഥാതമോർക്കോ പ്രമിവാദിപാദ മിഷാകിരസ്യാഹതീരസൽക്കഥാ ന കഥ്യതേയൽ ഭഗവാനദുക്ഷജഃ തദേവ സത്യം തതുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവൽ ഗുണോദയം തദേവ രമ്യം സുചിരം രവന്നവന്നവം തദേവ ശശ്യൻ മനസോ മഹോത്സവം തദേവ ശോകാർണവചോഷണം നൃണാം യദുത്തമ ശ്ലോകേശോ നിഗീയതേ തദ്വചിത്രം പദം ഹരേന്യശോ ജഗൽപവിത്രം പ്രഹണീത കർഹീയത തദ്വാംക്ഷതീർത്ഥം നതു ഹംസസേവിതം യത്രാച്യുതസ്സത്ര ഹി സാധവോ മലാഗ സ വാ വിസർഗോ ജനതാഗവിപ്ലവോ യസ്മിൻ പ്രതിശോകമബദ്ധവത്യവേ നാമാന്യനന്ദസ്യ യശോങ്കിതാന്യ ശൃണ്വന്തി ഗായന്തി ഋണന്തി സാധവഘ നൈഷ്കമ്യമച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കൃതപുനഃശതഭദ്രമീശ്വരേ നഹർപ്പിതം കർമ്മ യദപ്യനുത്തമം യശശ്രിയാമേവ പരിശ്രമം പരോ വർണ്ണാശ്രമാചാരതവശുതാദിഷു അവിസ്മൃതി ശ്രീധരപാദപത്മയോ ഗുണാനുവാദ ശ്രവണാദിഭിർഹരേ അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷീണോത്യഭദ്രാണി സമം തനോതി ച സത്വശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനവിരാഗയുക്തം യൂയം ദ്വിജാജ്ഞാപദപൂരിഭഗ യച്ഛദാത്മന്നഖിലാത്മതത്വം നാരായണം ദേവമദേവീശമജസ്രഭാവോ ഭജതാ വിവേശ്യ അഹം ച സസ്മാരിതാത്മതത്വം ശ്രുതം പുരാ മേ പരമർഷിവക്ത്രാത് പ്രായോപവേശേന പദേ പരീക്ഷിതഃ സദശുഷീണാം മഹതാം ച ശൃണ്വതാം ഏതത്വകഥിതം വിപ്രാ കഥനീയോരു കർമ്മണാ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുവിനാശനം ഏവം ശാപയേ നിത്യം വ്യാമം ക്ഷണമനന്യധീ ശ്രദ്ധാവാൻ യോ ന ശൃണുയാത് പുനത്യാത്മാനമേവ സഹ ദ്വാദശ്യാമേകദശ്യാം വ ക്ഷണ്ണന്നായുസ്സവാൻ ഭവേത് പടത്തനശൻഭേദ സദോ ഭവത്യപാതകി പുഷ്കരേ മധുരായം ച ധാരവദ്യാം യതൽമവാൻ ഉപേക്ഷ്യ സംഹിതാമേതം പഠിത്വാമുച്യതേ ഭയാത് ദേവതാമനയ സിദ്ധാപിതരോ മനവോ നൃപാഃ യച്ഛന്തി കാമാൻ ഋണത് ശൃണ്ണതോ യസ്യ കീർത്തനാത് ഋജോ യജുംഷിതാമാനി ദിജോ ആദിത്യാനുവിന്ദതേ മധുകുല്യാർദ്ധകുല്യാഭയകുല്യാ ച തൽഫലം പുരാണസംഹിതാമേതാമധീത്യ പ്രേതോ ദിജഃ പ്രോക്തം ഭഗവതായത്തു തൽപദം പരമം വ്രജേത വിപ്രോധിത്യാപ്നിയാൽ പ്രജ്ഞാം രാജന്യോദതി മേഖലാം വൈശ്യോ നിധിപതിത്വം ച ശൂദ്രശുദ്ധേതപാതകാത് കലിമലസംഹതികാലനോഖിലേശ ഹരിരിതിരത്ര നിഗീയദേഹഭീഷ്ണം ഇഹതു പുനർഭഗവാനശേഷമൂർത്തി പരിപഠിതോ അനുപദം ഗതാ പ്രസംഗൈഃ തമഹമജമനന്തമാൽപദത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തിം ദ്വിപതിവിരജചക്രശങ്കരാന്യേ ദുരവസിതസ്തവം അച്യുതം നതോസ്മേ ഉപജിത നവശക്തിഭിസ്വാത്മന്നുപരജിത സ്ഥിരജംഗമാലയായ ഭഗവത ഉപലബ്ധിമാത്രധാംനേ
സുരഷഭായ നമ സനാതനായ സ്വസുഖനിവൃതചേതാ സൽവ്യൂതസ്ഥാന്യഭാവോപ്യജിതരുചിരലീലാകൃഷ്ട സാരസ്വതീയം വ്യധനതകൃപയാ യൽ തത്വദീപം പുരാണം തമഖിലവൃജിനഗ്നം വ്യാസസോനം നതോസ്മി വ്യാസസോനം നതോ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഓം സൂത ഉവാച യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്നന്തി ദിവ്യൈ സവിർ വേദേ സംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതൽഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. പൃഷ്ഠേ ഭ്രാമിതമന്ദമന്ദരഗിരി ഗ്രാവാഗ്രകണ്ഠൂയനാ നിദ്രാലോകമഠാകൃതേ ഭഗവത് ശ്വാസാനിലാപന്തുവഃ യൽ സംസ്കാരകലാനുവർത്തനവശാവേലാനിവേനംബസ യാദായാദമതന്ത്രിതം ജലനിധേർനാദ്യാപി വിശ്രാമ്യത്തെ പുരാണസംഖ്യാസംഭൂതിമസ്യ വാച്യപ്രയോജനേ ദാനം ദാനസ്യ മാഹാത്മ്യം പാടാദേ ച നിബോധത് ബ്രാഹ്മം ദശസഹസ്രാണി ബാൽവം പഞ്ചോനഷഷ്ഠിജ ശ്രീവൈഷ്ണവം ത്രയോവിംശചതുർവിംശതി വൈഷ്ണവശൈഷവം ദശാംശോ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡം നവവാന്നം ച ദശപഞ്ചശതുശതം ചതുർദശ ഭവിഷ്യം സ്യാതഥാ പഞ്ചശതാനി ച ദശാംശോ ബ്രഹ്മവൈവർത്തം ലിംഗമേകാദശേവതോ ചതുർവിംശതി വാരാഹമേകാശീതി സഹസ്രകം സ്കാന്തം ശതം തഥാ ചൈകം വാമനം ദശകീർത്തിതം കൗർമം സപ്തദശാഖ്യാതം മാൽസ്യം ദത്തു ചതുർദശ ഏകോനവിംശൽ സൗവർണം ബ്രഹ്മാണ്ഡം ദ്വാദശൈവതോ ഏവം പുരാണസന്തോഹ ചതുർലക്ഷ ഉദാകൃതഃ തത്രാഷാദശസഹസ്രം ശ്രീഭാഗവതമിഷ്യതേ. ഇദം ഭഗവതാ പൂർവം ബ്രഹ്മണേനാഭിവങ്കതേ സിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശികം ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാകതം വ്രാതാമൃതാനന്ദിത സൽസുരം ഹരിലീലാകതാവ്രാതാമൃതാനന്ദിത സൽസുരം സർവവേദാന്ത സാരം യൽ ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്വദ്വിതീയം തന്നിഷം കൈവല്യേക പ്രയോജനം പ്രൗഷപദ്യാം പൗർണമാസ്യം ഹേമസിംഹസമന്വിതം ദദാതിയോ ഭാഗവതം സയാതി പരമാം ഗതിം. രാജന്തേ താവതന്യാനി പുരാണാനി സതം ഗണേ യാവന്ന ദൃശ്യതേ സാക്ഷാൽ ശ്രീഭാഗവതം പരം യാവന്ന ദൃശ്യതേ സാക്ഷാൽ ശ്രീമൽ ഭാഗവതം പരം സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യതേ തദ്രസാമൃതതൃപ്തസ്യ നാന്യത്ര സ്യാദൃതി ക്വചിത് നിമഗ്നാനാം യഥാ ഗംഗ ദേവാനാമച്യുതോ യഥാ വൈഷ്ണവാനാം തഥാ വൈഷ്ണവാനാം യഥാ ശംഭോ പുരാണാനാമിദം തദ് ക്ഷേത്രാണാം ജൈവ സർവേഷാം യഥാ കാശീ ഹനുത്തമാ തഥാ പുരാണം വ്രാതാനാം ശ്രീമൽ ഭാഗവതം ദ്വിജാഃ. ശ്രീമൽ ഭാഗവതം പുരാണമമലം യൽ വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. യത്ര ജ്ഞാനവിരാഗഭക്തി സഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്ണൻ വിഭടൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യൈ നമഃ. തൽക്ഷൃണ്ണൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യൈ നരഃ. യാതൊരാൾ കേൾക്കുന്നുവോ, ശൃണ്ണൻ കേൾക്കുന്നുവോ, വിപഠൻ എന്താണ് പഠൻ എന്നും വിപഠൻ എന്ന് പറഞ്ഞതിന് മാത്രം വ്യത്യാസം. വിശേഷേണ പഠിക്കുക, വെറുതെ പഠിച്ചാൽ പോരാ, അർത്ഥബോധത്തോടുകൂടി പഠിക്കുക. ഭാഗവതം ഉൾക്കൊണ്ട് പഠിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ വേണം പഠിക്കാൻ.
വിചാരണപരോ ഭക്തിയാ വിമുച്ഛയുന്നരഃ കസ്മയേ യേന വിവാസിതോ യമതുലോ ജ്ഞാനപ്രദീപപുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപേണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്ധാതായ കാരുണ്യതശുദ്ധം വിമലം വിശോകമലം സത്യം പരം ധീമഹി നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ ഇദം കൃപയാ കസ്മൈ വ്യാജജഠേ മുമുക്ഷുവേ യോഗീന്ദ്രായ നമസ്തസ്മൈ ശുഗായ ബ്രഹ്മരൂപിണേ സംസാര സർപ്പദംശം യോ വിഷ്ണുരാതം മമോ മുചത ഭവേ ഭവേ യദാ ഭക്തി പാദയോ സവജായതേ തഥാ കുരുഷ്ണ ദേവേശ നാദസം നോ യദ പ്രഭോ ഭവേ ഭവേ യദാ ഭക്തി പാദയോ സവജായതേ തദാ കുരുഷ്ണ ദേവേശ നാദസം നോ യദ പ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം നാരായണ 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 ഹരേ കൃഷ്ണ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ അപരാധസഹസ്രാണി കരോമ്യഹമഹർനിശം ദാസോയം ഇതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരീ ക്ഷമസ്വ പരമേശ്വരി. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്വാദശസ്കന്ധേ ത്രയോദശോധ്യായ ദ്വാദശസ്കന്ധം സമാപ്തഃ. ഒന്നും അങ്ങനെ കഴിയാൻ പാടില്ല, നല്ല കാര്യങ്ങൾ അവസാനിക്കരുത് എന്നാണ് തത്വം. ഇതിൻ്റെ പ്രതീകമായിക്കൊണ്ട് നമ്മൾ ഭഗവാന്റെ അവതാരം വായിക്കും. വെയിലു കൊണ്ടു നിൻ പൂവുടലയ്യോ താളുപോലെ തഴന്നുപോയി മണ്ണിലോടി കളിച്ചത് മതി കണ്ണനുണ്ണി മാമുണ്ണണേ. വെയിലു കൊണ്ടു നിൻ പൂവുടലയ്യോ താളുപോലെ തളർന്നു പോയി മണ്ണിലോടി കളിച്ചത് മതി കണ്ണനുണ്ണി മാമുണ്ണണേ. മങ്ങിടുന്നു വിശപ്പാൽ നിൻമുഖം കിങ്ങിണി കിഴിഞ്ഞിടുന്നു നിന്നമ്മക്കിത് കാണാൻ വയ്യല്ലോ കണ്ണനുണ്ണി മാമുണ്ണണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. വറുത്തു പേരിയും കാളനം ചോറും കട്ടതൈരും ചമ്മന്തിയും വെണ്ണതയും വിളമ്പിട്ടുണ്ടിത കണ്ണനുണ്ണി മാമുണ്ണണേ. ഉപ്പു
രാമയ്യങ്കറി ഉപ്പിലിട്ടത് പപ്പടം എന്നീതെല്ലാം വിളമ്പിട്ടുണ്ടിത കണ്ണനുണ്ണി മാമുണ്ണണേ കണ്ണനുണ്ണി മാമുണ്ണണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ നിന്നോടെ പൊന്നിൻ കിണ്ണത്തിൽ ചുറ്റും ധന്യരാ ഗോപബാലന്മാർ കിണ്ണവും വെച്ചു കാത്തിരിക്കുന്നു കണ്ണനുണ്ണി മാമുണ്ണണേ കൊമ്പും ചൂരലും കക്ഷത്തിൽ വയ്ക്കാം പമ്പരം വയ്ക്കാം അംഗത്തിൽ അന്യന്മാരും വന്നിടൂക്കില്ല കണ്ണനുണ്ണി മാമുണ്ണണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ തൃഷ്ണയോടെ വരുന്നു ശങ്കരൻ വിഷ്ണു നിർമാല്യം ഉണ്ണാനും പുണ്യം നേടാനും കാകവേഷത്തിൽ കണ്ണനുണ്ണി മാമുണ്ണണേ ലാക്കു നോക്കുന്നു നീ ഉണ്ട് കിണ്ണം നക്കി തോർത്തി നുണയ്ക്കുവാൻ വിണ്ണവർ വീടാലാങ്കം പൂണ്ടവർ കണ്ണനുണ്ണി മാമുണ്ണണേ കണ്ണനുണ്ണി മാമുണ്ണണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ വെണ്ണപാൽ പഞ്ചസാര പായസം എന്നിവ എല്ലാം ധാരാളം വെണ്ണപാൽ പഞ്ചസാര പായസം എന്നിവ എല്ലാം ധാരാളം ഉണ്ണുകിൽ വേളുത്തിടുന്നില്ലൂടൽ കണ്ണനുണ്ണി മാമുണ്ണണേ കണ്ണനുണ്ണി മാമുണ്ണണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ കട്ടത്തൈരും പരിപ്പും വെണ്ണയും ചട്ടവും കൂട്ടിയുണ്ണ ഞാൻ കട്ടത്തൈരും പരിപ്പും വെള്ളയും ചട്ടവും കൂട്ടിയുണ്ണ ഞാൻ ചൂർണകുന്തളം നീളം വയ്ക്കില്ല കണ്ണനുണ്ണി മാമുണ്ണണേ കണ്ണനുണ്ണി മാമുണ്ണണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ആരുകൊണ്ടുപോയി കാക്ക കൊണ്ടുപോയി പൂച്ച കൊണ്ടുപോയി ചോറെല്ലാം ആരു കൊണ്ടുപോയി കാക്ക കൊണ്ടുപോയി പൂച്ച കൊണ്ടുപോയി ചോറെല്ലാം കിണ്ണത്തിൽ ഒന്നും ഇല്ലാതാവാറായി കണ്ണനുണ്ണി മാമുണ്ണണേ കണ്ണനുണ്ണി
കണ്ണനുണ്ണി മാമുണ്ണണേ രത്നകണ്ണനുണ്ണി മാമുണ്ണണേ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ശ്രദ്ധയോടുകൂടിയിട്ട് വെള്ളം കൊടുത്താലും എനിക്കിഷ്ടമാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ സ്നേഹത്തോടുകൂടി നമ്മൾ കൊടുത്താൽ കഴിക്കാണ്ടിരിക്കുമോ? അല്ലേ? അപേക്ഷയുള്ള ഒരു ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കും ഈശ്വരൻ. നാരായണം 10-ാം സ്കന്ധത്തിലെ 3-ാം അധ്യായം ഭാഗവതം, ഭഗവാന്റെ അവതാരം. അതിൻ്റെ താത്വികമായിട്ടുള്ളൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കാര്യങ്ങൾ നിർത്താൻ പാടില്ല. മനസ്സിലായില്ലേ? സപ്താഹം നടക്കുമ്പോൾ പലരും പല ചോദ്യങ്ങൾ എഴുതി തരുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ മറുപടി പക്ഷെ ഇവിടെ കുറേ തവണ ആയതുകൊണ്ടും പറയുന്നതിന് മുമ്പ് പിടിച്ചെടുക്കാനുള്ള ആ ഒരു ശക്തിവിശേഷമുള്ളത് കൊണ്ടും അങ്ങനത്തെ സംശയങ്ങൾ ചോദിക്കുകയോ എഴുതുകയോ ഉണ്ടായിട്ടില്ല. ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ പതിവുണ്ട്. ചിലർ ചോദിക്കും, സ്വാമിജി ഒരു വിളക്കിൽ എത്ര തിരിയിടണം അല്ലേ? പിന്നെ ഏകാശിക്ക് ഇഡ്ഡലി കഴിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ അങ്ങനെ ചോദിക്കണമെന്നല്ലാതെ ശ്വാസം വിടാൻ പാടുണ്ടോ എന്നാരും ചോദിക്കണില്ല. കാരണം എന്താ? ശ്വാസം പിടിച്ചാൽ പോയി എന്നത് മാതിരി എത്ര കാലം നമ്മൾ ശ്വാസനിശ്വാസം ചെയ്യുന്നുവോ അത്രയും കാലം അനിവാര്യമാണ്, അവിഭാജ്യമാണ് ഈശ്വര നാമ സങ്കീർത്തനം. നമ്മുടെ പ്രാണൻ പോലെ നമ്മളത് കൊണ്ട് നടത്തണം. അത് ശീലമാവട്ടെ. നമ്മളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒന്നും വരാതിരിക്കട്ടെ. അതൊക്കെയാണ് ഭാഗവതം ഉൾക്കൊണ്ടാനുള്ള അടയാളം. ഇങ്ങനെയാണ്. നമ്മളും നമ്മുടെ ഗുരുനാഥനും കൂടിയിട്ട് ഒരു സ്ഥലത്ത് സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മാങ്ങ പിന്നെ കട്ട് ചെയ്തിട്ട് മുളകും ഉപ്പൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മാങ്ങ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ പല്ല് നമ്മുടെ കൺട്രോളിലല്ല, പറഞ്ഞാൽ കേൾക്കില്ല. മൂപ്പര് കളിക്കുകയും പുളിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഈ സാധനം വേണ്ടാന്ന് പറഞ്ഞു. നമ്മളേ വേണ്ട കേട്ടോ. ഗുരുനാഥൻ നമ്മളെ നിന്ന് നോക്കി, തനിക്കെന്താ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലായില്ല, പല്ല് കൺട്രോളിലല്ലാത്തതുകൊണ്ടാണ്. ശരി, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞൂടെ? എന്താ അത്? മതി ഇട്ടുവോ എന്ന് പറഞ്ഞൂടെ? എനിക്ക് മതി എന്ന് പറയുന്നതാണോ കേൾക്കാൻ സുഖം? വേണ്ട എന്ന് പറയുന്നതാണോ കേൾക്കാൻ സുഖം? ഏതാ സുഖം? നിങ്ങളൊന്ന് പറയൂ. ശരിയല്ലേ? അപ്പം നെഗറ്റീവ് കമൻസ് നമ്മുടെ ഭാഗത്ത് വരാതിരിക്കണം. ഇപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇപ്പോഴത്തെ പഞ്ചസാരയ്ക്കുടെ പ്രശ്നം എന്താ വെച്ചാൽ അത് ഉപയോഗിക്കുന്നതോറും കഴിയും അല്ലേ? അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക? ചായക്ക് പഞ്ചായരിയില്ല എന്ന് പറയണതിന് പകരം നാളെ വൈകുന്നേരത്തെ ചായക്കും കൂടി ഉണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞാൽ എന്തായി? മറ്റന്നാ ചായ എന്ന് പറയണ്ട, സാധനം കൊണ്ടുവരണമെന്ന് അർത്ഥമായില്ലേ? അപ്പം ഇങ്ങനെ നമ്മുടെ വാക്കുകളൊക്കെ വളരെ വൈഭവപരമായിട്ടായിരിക്കണം. മറ്റൊരാൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാത്തതും ഉദ്ദീപനം ഉണ്ടാക്കുന്നതും ശാന്തിയെ നൽകുന്നതും പ്രേരണ നൽകുന്നതും സന്തോഷത്തെ നൽകുന്നതും എങ്ങനെ മെനക്കെട്ടാണെങ്കിലും നേടിക്കൊടുക്കണം എന്ന ഒരു വാസന ഉൽപ്പാദിപ്പിക്കുന്നതുമായിരിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ വാഗ്വിലാസങ്ങൾ. അതിനെന്താ സഹായിക്കുക? ബുദ്ധി നന്നായിട്ട് പ്രവർത്തിക്കണം. നല്ല ബുദ്ധിയുള്ള ആൾക്കല്ലേ നല്ല ചിന്ത വരൂ, നല്ല ചിന്തയിൽ നിന്നല്ലേ നല്ല വാക്ക് വരൂ. അതിന് നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ഭഗവാനെ മഹാദേവ 150 ഏക്കർ റബ്ബർ തരണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ റബ്ബർ തന്നു കഴിഞ്ഞാൽ അന്തമില്ലാത്തവൻ്റെ കയ്യിൽ കുന്തുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഏറ്റവും വലുതെന്താണ്? ബുദ്ധിയാണ്, വിശേഷ ബുദ്ധി. അപ്പം നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കട്ടെ? ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് സദ്ബുദ്ധിക്കായിരിക്കണം. പിന്നെയോ ഒരു നിബന്ധനയും കൂടി വയ്ക്കുക. പ്രഭോ, അഹങ്കാരമാണെന്ന് തോന്നരുത്. ഞാൻ ചിലപ്പോൾ നിന്നെ പിടിച്ചാൽ മറ്റു പല കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ നിന്നെ വിടാനിടയുണ്ട്. പക്ഷേ എൻ്റെ ഒരു അപേക്ഷ എന്താ അറിയോ? നീ എന്നെ പിടിക്കണം, എന്നെ പിടിച്ച് നയിക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ? ഭഗവാന്റെ പിടിയിൽ നമ്മൾ പെട്ടാൽ നമ്മൾ പാഴാവില്ല. നമ്മുടെ പിടിയിൽ ഭഗവാൻ ഒതുക്കാമോ? സാധിക്കില്ല. അതേസമയം നമ്മളെ എടുത്തു നടത്തേണ്ടത് ആരായിരിക്കട്ടെ? ഭഗവാനായിരിക്കട്ടെ. ഇത്തരത്തിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയൊന്ന് മാറ്റുക.
ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, സേവിക്കുക. ഭാഗവതം അർത്ഥബോധത്തോടു കൂടിയിട്ട് ആദ്യത്തെ ശ്ലോകം ഓർക്കുക. ധർമ്മപ്രോജിത കൈദ്രവോത്തപരമോ നിർമ്മത്സരാണാം സദാ വേദ്യം വാസവമത്ര വസ്തുശിപദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യപരുത്യതേ തൃകൃതഭി ശുശ്രൂഷിവിൽ തൽക്ഷണാത്. ആ ധർമ്മം പ്രോജിത ധർമ്മം, ഫലാസക്തിയില്ലാത്ത ധർമ്മമാവണം. മാത്സര്യബുദ്ധി നമ്മുടെ അടുത്ത് ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഭാഗവതം ആ ഉപാസിക്കുന്ന ആളുകളിൽ 3 വിധ താപവും, ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം എന്ന 3 തരം താപങ്ങളും വേരോടെ, വെറുതെ പിഴുത് കളയല്ല, അത് പിന്നെ വേരുണ്ടാവില്ല. അലോപ്പതിയും ആയുർവേദവും മാതിരിയാണ്. മനസ്സിലായില്ലേ? ഇതിൻ്റെ ചങ്കുണ്ണിയായർക്ക് കാലിൽ ചിരങ്ങ് വന്നു, പോയി വൈദ്യരെ കണ്ടു. മൂപ്പരൊരു കഷായം കഴിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ഇത് അധികമായി. അങ്ങാടിയിൽ നിന്ന് വൈദ്യരെ എന്താ വൈദ്യരെ കൊല്ലാനാ മരുന്നെന്ന്, താൻ ചാവാനാ ചോദിച്ചു മൂപ്പരുടെ വക. മനസ്സിലായില്ലേ? സംഗതി എന്താ അറിയൂ, ഇത് അധികമായി. പിന്നെ പറഞ്ഞു, എടാ പൊട്ടാ, ഈ കഷ്ടത നീക്കിയതാതെ ദുർവണം ഒടുക്കിയാൽ ഒട്ടുനാൾ കഴിഞ്ഞെന്നാൽ പൊട്ടുമെന്നറിയണം. ഉള്ളിലത്തെ കേട് കളയാതെ മരുന്ന് കഴിച്ചാൽ ഫലം ഉണ്ടാവുമോ? ഇല്ല. തൽക്കാലം ഉണങ്ങുന്നതിൽ ഉള്ളിന്ന് പിന്നെയും വരും. അതേസമയം അതിൻ്റെ കോശാന്തരത്തോളം ഔഷധം നടത്തിയിട്ട് അതിനെ ഇല്ലാതാക്കിയാലോ പിന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുമോ? ഇല്ല. അപ്പോൾ ഭഗവാൻ ഇവിടെ എന്താ ചെയ്യാറിയോ? വേരോടുകൂടി നമ്മുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കും. അതുണ്ടാകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഭാഗവതം കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവണം, സാധിക്കുമാറാവട്ടെ. ശ്രീശുക ഉവാച അധ സർവഗുണോപേത കാലപരമശോഭനഃ യർഹ്യേവാചന ജന്മക്ഷം ശാന്തർഷഗ്രഹതാരകം ദിശപ്രസേദുർഗഗനം നിർമ്മലോടഗണോദയം മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രാമം വ്രജാകര നദ്യപ്രസന്ന സലിലാ ഹൃദാജൽഹശ്രിയ ദിജാളീകുല സംനാദ സഭഗാവനരാജയഃ ഭവോ വായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശ്രുതി അഗ്നയച്ച ദ്വിജാതീനാം ചാന്ദസത്സമിന്ദത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമധുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൽ നേതുർദുന്ദുമയോദിവി ജഗുകിന്നരഗന്ധർവാ ശുശ്രുവസിദ്ധചാരണ സുഷ്ണുവസിദ്ധചാരണാഃ വിദ്യാധർരചനധൃതു അപ്സരോ വിസമം ദദ മുമോജുർമുനയോ ദേവാ സുമനാംസി മുദാന്വിതഃ മന്ദം മന്ദം ജലധരാ ജഗൽ ജനസാഗരം നിശീതേതമഉത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണുധർമ്മഗുഹാദയ ആവീര്യാസീതദാ പ്രാച്യാം ദിശീന്ദ്രപുഷ്കലഃ തമൽപുതം ബാലകമംബുജേഷണം ചതുർഭുജം ശംഖഗദാരിതായുധം ശ്രീവത്സലക്ഷ്മം കളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഹമൈഡൂര്യ കിരീടകുണ്ടലത്തിഷാപരിഷക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജങ്കണകങ്കണാതിവിർവിരോചമാനം വസുദേവൈക്ഷത നാരായണ 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 സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീമഹീഷ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു ഓം ശാന്തി 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 ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി 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 ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ ഓം ശാന്തി 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 ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം. ഒരിക്കൽ കൂടി ഏവർക്കും നമ്മുടെ നമസ്കാരവും നന്ദിയും അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് പാരായണത്തിനും മറ്റുമൊക്കെ വന്നു ചേർന്ന നമ്മുടെ അമ്മമാർക്കും
തിരക്കുകൾ മാറ്റിവെച്ച് ഉത്തരായണ കാലത്ത് ഇതിനെ മിഴിവും തെളിവുമുള്ളതാക്കാൻ ശ്രമിച്ച തന്ത്രി ഗിരീഷ് ശർമാജിക്കും ഒക്കെ നമ്മുടെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ഓം തത്സത്. ഇനി ഈ മൈക്ക് നമ്മൾ സംഘാടകരുടെ കയ്യിൽ കൈമാറുകയാണ്. ഇനിയുള്ള കാര്യങ്ങളും സത്സംഗങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ആരായിരിക്കും ചെയ്യുക? നമ്മുടെ റോള് കഴിഞ്ഞു. ഓം തത്സത്.